نعم المولى ونعم النصير. لا إله إلا الله لا حول ولا قوة إلا بالله. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا حبيب الله. الصلاة والسلام عليك يا سيدي يا رسول الله. إلهي لست للفردوس أهلا ولا أقوى على نار الجحيم. فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. റബ്ബുൽ അലീമായ പടച്ച തമ്പുരാൻ ഈ വിശുദ്ധ റമളാനിന്റെ ലൈലത്തുൽ ഖദറാകാൻ സാധ്യതയുള്ള ഈ രാവിന്റെ ബറക്കത്ത് കൊണ്ട് നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ ഉപജീവന മാർഗങ്ങളിൽ അല്ലാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞ നമ്മളുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബാദികൾ, പള്ളികളുടെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നവർ എല്ലാവരുടെയും പാപങ്ങളെ അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. ആഖിറം വിശാലമാക്കി ബർസഖിയായ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യ ജീവിതത്തിൽ അവന് വ്യവസ്ഥാപിതമായ ചില വ്യവസ്ഥിതികൾ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. മനുഷ്യന് അവന്റെ ജീവിതത്തിൽ പ്ലാനുകളില്ലാത്ത ഒരു അജണ്ടയും നമ്മൾക്ക് കാണാൻ സാധ്യമല്ല. എല്ലാം നിയന്ത്രിക്കുന്നവൻ, എല്ലാത്തിന്റെയും പരിപാലകനായ റബ്ബ് ചിട്ടയില്ലാതെ ഭംഗിയായിട്ടല്ലാതെ നമ്മളുടെ ജീവിതത്തെ അല്ലാഹു നമ്മൾക്ക് നൽകിയിട്ടില്ല. ചില ചിട്ടവട്ടങ്ങളിലൂടെ, ചില സവിശേഷതകളിലൂടെ, നല്ല ഗുണങ്ങളിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തർക്കും നമ്മളുടെ ജീവിതത്തെ നിശ്ചയിച്ചിരിക്കുന്നത്. നീതിന്യായങ്ങളില്ലാത്തതൊന്നും അല്ലാഹുവിന്റെ മുമ്പിൽ അംഗീകരിക്കാനാവില്ല. നാം ഗൗരവമായി നമ്മളുടെ ചോദ്യത്തിന്റെ മുന്നിൽ നമ്മൾക്ക് നിലനിർത്തുന്നത് ഈ പ്രപഞ്ചത്തിന് ചില ചിട്ടകളുണ്ട്. ഈ പ്രപഞ്ചത്തിന്റെ ഉള്ളിൽ ചില വ്യവസ്ഥിതികളുണ്ട്, ചില കണക്കുകൂട്ടലുകളുണ്ട്. ഇവയെ തനിയെ ഉണ്ടായതാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും അതാവില്ല. അതിനൊരു നിയന്ത്രണമുണ്ട്, അതിനൊരു പരിപാലകനുണ്ട്. ഇനിയും അറിയാനുള്ള 1000 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ മുന്നിൽ നിലകൊള്ളുകയാണ് അജ്ഞാത മേഖലകളായി. നമ്മളുടെ കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ലാത്ത വസ്തുക്കൾ, നമ്മളുടെ ചെവികൾ കൊണ്ട് കേൾക്കാൻ പറ്റാത്ത അവസ്ഥകൾ, നമ്മളുടെ ഹൃദയം ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥകളെ അല്ലാഹു നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. ഇതൊക്കെ മനുഷ്യന്റെ ബുദ്ധിയും അവന്റെ വിവേകവും കൊണ്ട് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ വേണ്ടിയാണ് അല്ലാഹു ഇങ്ങനെയുള്ള കാര്യങ്ങളെ അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നത്. ഏത് വസ്തുവിലും അല്ലാഹുവിന്റെ നിയന്ത്രണം, ആ ശക്തി തീർച്ചയായും ഉണ്ടാകും. ഇല്ല എന്ന് 1000 തവണ ബുദ്ധി സമ്മതിക്കേണ്ടി വന്നാലും അത് സമ്മതിക്കാൻ കഴിയില്ല. കാരണം ഭൂമി, സൂര്യൻ, ചന്ദ്രാദിഗോളങ്ങൾ, കോടാനുകോടി താരാപഥങ്ങളൊക്കെ ഈ ലോകത്ത് നമ്മളുടെ ചുറ്റുവട്ടത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തുകയാണ്. വലഹു അസ്ലം
മൻ ഫിസ് സമാവാതി വൽ അർദ് തൗഅൻ വ കറഹ. ഈ ആകാശഭൂമികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുന്നിൽ കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. റബ്ബ് പറയുന്ന നിശ്ചയപാതയിലൂടെ സൂര്യചന്ദ്രാദി ഗോളങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അത് ഗത്യന്തരമില്ലാതെയോ സ്വയം മനസ്സാലെയോ അത് നിർവഹിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി തരുന്നു. വഇലൈഹി യുർജഊൻ. ഇവയുടെ എല്ലാം അടക്കം ഉടമസ്ഥനായ റബ്ബിലേക്ക് തന്നെയാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ദേശാടന പറവകളെ കുറിച്ച് ചിന്തിക്കുക. അവ വഴിയറിയാതെ സഞ്ചരിക്കുന്നില്ല, അവ വഴിതെറ്റാതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. സമുദ്ര അഗാധ ഗർത്തത്തിലൂടെയിടുന്ന മത്സ്യത്തിന്റെ ചലനം അവയ്ക്കറിയാം. എവിടെയാണ് ഊളിയിടേണ്ടത്, എവിടെയാണ് സഞ്ചരിക്കേണ്ടത് എന്ന് ആ മത്സ്യത്തിന് അറിയാം. അതേപോലെ ദിശയറിയാതെ ആകാശമേഘശകലങ്ങൾ നീങ്ങുന്നില്ല. കാറ്റിന് ഗതിയുണ്ട്. കാട്ടുപാതകൾക്കറിയാത്ത വനം മേയുന്ന മൃഗങ്ങളില്ല. ആകാശഗംഗയിലൂടെ ചീറിപ്പാഞ്ഞു പോകുന്ന വിമാനങ്ങൾക്ക് വാനവരകളില്ലാതെ അതൊരിക്കലും സഞ്ചരിക്കില്ല. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ദിക്ർ ചെല്ലുന്ന അവസ്ഥ ഏതെന്നറിയുമോ? അത് വിമാനത്തിന്റെ ഉള്ളിൽ 3000 കിലോമീറ്ററുകൾ ഉയരത്തിൽ പൊങ്ങുമ്പോ ഏതൊരു വിശ്വാസിയാണെങ്കിലും ചൊല്ലിപ്പോകും, സുബ്ഹാനല്ലാഹ്, ദൈവമേ, ഈശ്വര എന്ന് വിളിക്കാത്ത ഒരാളും ഫ്ലൈറ്റിന്റെ ഉള്ളിൽ കാണുകയില്ല. കാരണം അത്രമാത്രം ഈ ഭൂമിയും ആകാശത്തിന്റെയും ഇടയ്ക്ക് സഞ്ചരിക്കുന്നത് എന്തും സംഭവിക്കാമെന്ന നിലപാടിലൂടെ ഇത് സഞ്ചരിക്കുമ്പോൾ ഒരിക്കലും ആ റബ്ബിനെ തിരിച്ചറിയാത്ത ഒരു വിശ്വാസി ആ വിമാനത്തിൽ ഉണ്ടാവുകയില്ല. ഇതേപോലെ നമ്മളുടെ ലക്ഷ്യമില്ലാത്ത ഒരു യാത്രയും അല്ലാഹു നമ്മൾക്ക് നൽകിയിട്ടില്ല. നമ്മളുടെ ഉദ്ദേശത്തിനും പരിശ്രമത്തിനും ഒരു പദ്ധതികളുണ്ട്, ഒരു പ്ലാനുണ്ട്, ഒരു അജണ്ടയില്ലാത്ത യോഗങ്ങളില്ല. ഓരോ യന്ത്രത്തിന്റെയും പ്രവർത്തനങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവയുടെയൊക്കെ നിശ്ചയ പന്താവിലൂടെയാണ്. എന്നാൽ മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് നിശ്ചയിച്ച ഒരു പാതയുണ്ട്, ഒരു മാർഗമുണ്ട്. അതാണ് പരിശുദ്ധ ഇസ്ലാം. ആ ഇസ്ലാമിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ജീവിതത്തിൽ പകർത്തി ഒരു വിശ്വാസി ജീവിക്കുമ്പോഴാണ് അവന് യഥാർത്ഥ നിലയിലുള്ള മനുഷ്യനായി മാറാൻ അവന് സാധ്യമാവുക. അവന്റെ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം, അവന്റെ മക്കളോട്, ഭാര്യയോട്, അയൽവാസികളോട്, ഗുരുനാഥന്മാരോട് ഇങ്ങനെ വേണ്ട, അവൻ തുടങ്ങിയ ഏതെല്ലാം മേഖലകളിൽ അവൻ ബന്ധപ്പെടുന്നുണ്ടോ ആ മേഖലകളിലൊക്കെ അല്ലാഹു നിശ്ചയിച്ച പന്താവിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് അവന് തീർച്ചയായും യഥാർത്ഥ മുസ്ലിമായി, മുഅ്മിനായി ജീവിക്കാൻ സാധിക്കുക. നമ്മൾ ധൃതി പിടിച്ച് ഒരു യാത്രയിൽ പുറപ്പെടുന്നു. നമ്മുടെ മേശപ്പുറത്ത് പരിശുദ്ധ ഖുർആനും ഒരു മൊബൈലും ഉണ്ട്. നമ്മൾ യാത്രയ്ക്ക് തന്ത്രപ്പാടിൽ വേഗതയിൽ യാത്ര പുറപ്പെടുമ്പോൾ വീട്ടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ എന്തോ ഒന്ന് മറന്നതുപോലെ നമ്മളുടെ മനസ്സിൽ എന്തുണ്ടാവും? ഒരു തീനാളം പോലെ കത്തുന്ന വേദനയോടെ പെട്ടെന്ന് തീയും. വീടിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഓടിച്ചെന്നുകൊണ്ട് എന്താ എടുക്കുക? മേശപ്പുറത്ത് ഖുർആൻ ഇരിപ്പുണ്ട്, മൊബൈൽ ഇരിപ്പുണ്ട്. എന്താ എടുക്കുക? ആദ്യം മൊബൈൽ, അല്ലേ? അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ആ ഒരു സ്നേഹം ആ അടുത്തിരിക്കുന്ന ഖുർആനിനോടൊന്ന് കാണിച്ചാൽ, ആ ഖുർആനാണ് നമുക്ക് വഴികാട്ടി, ആ ഖുർആനാണ് നമ്മളുടെ നിയമനിർദ്ദേശകൻ. ആ ഖുർആനുമായിട്ട് നമ്മുടെ മനസ്സ് ഒന്ന് ബന്ധപ്പെടുത്തണം. ആ ഖുർആൻ ഒന്ന് മറിച്ചു നോക്കാൻ. ഈ വിശുദ്ധ റമദാൻ വന്നിട്ട് ആ ഖുർആൻ നോക്കാത്ത എത്രയോ ആളുകളുണ്ട്. ആലോചിച്ച്, ഈ പരിശുദ്ധമായ റമദാനിലാണ്
ഒന്നാം ആകാശത്തിൽ നിന്ന് 27-ാം രാവാകുന്ന അല്ലെങ്കിൽ ലൈലത്തുൽ ഖദറാകാൻ സാധ്യതയുള്ള ഈ രാവിലേക്ക് അല്ലാഹു പരിശുദ്ധമായ ഖുർആൻ ഒരു ഭൂമിയിൽ വെച്ചിരുന്നെങ്കിൽ ആ ഭൂമി ഉൾക്കൊള്ളില്ല. അതുപോലെ തന്നെ കാറ്റിൽ വെച്ചിരുന്നെങ്കിൽ ആ കാറ്റ് ഈ ഖുർആൻ വരവേൽക്കില്ലായിരുന്നു. എന്നാൽ അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിറാ ഗുഹയിൽ 3.5 മണിക്കൂർ യാത്ര ചെയ്ത് മലയ്ക്ക് മുകളിലെത്തിയാൽ മാത്രമേ ആ മലയുടെ മുകളിലെത്തുകയുള്ളൂ. ആലോചിച്ചോക്കെ, നമ്മൾ 3.5 മണിക്കൂർ മല കയറി ആ ഹിറാ ഗുഹയുടെ ഉള്ളിൽ ചെല്ലുമ്പോൾ നമ്മളുടെ ശരീരം മുഴുവനും വിയർത്ത് വിറച്ച് അതേപോലെ കാലുകളെല്ലാം വിറച്ച് ഒരു പരുവത്തിലാകും. എന്നാൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒറ്റയ്ക്ക് രാത്രികളിൽ അല്ലാഹുവിന്റെ ധ്യാനത്തിൽ ആ പരിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം രാത്രിയുടെ വേളകളിൽ കെട്ടിപ്പിടിച്ചപ്പോൾ പേടിച്ചു പോയി. അവിടെ ആരും സഹായത്തിനില്ല. ഇതാരാണ് വന്നത്? ഇതാരാണ് തന്റെ മുന്നിൽ നിൽക്കുന്നത്? ആരും അറിയാത്ത ഒരവസ്ഥയിൽ നബിയെ ഓതുക, എനിക്ക് ഓതാൻ അറിയില്ല. ആ സമയത്തും വീണ്ടും ജിബ്രീൽ അലൈഹിസ്സലാം ഒന്നുകൂടി കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, നബിയെ ഓതുക. അങ്ങനെയാണ് ഇഖ്റാ ബിസ്മി റബ്ബിക്കൽ ലദീ വരെയും ഓതാൻ അറിയാത്ത പ്രവാചകന്റെ പരിശുദ്ധമായ തിരുനാമങ്ങളിലൂടെ ഖുർആനിന്റെ ധ്വനികൾ ലോകമെമ്പാടും അടിക്കും പ്രകാരം ലോകത്തെ മുഴുവൻ ജനങ്ങളുടെയും ഹൃദയാന്തരങ്ങളിൽ ആഴത്തിൽ ഇറങ്ങുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതി കേൾപ്പിച്ചുകൊണ്ട് വിഷമത്തോടെ, പ്രയാസത്തോടെ, പേടിയോടെ ഖദീജ ബീവിയുടെ വീട്ടിലേക്ക് 7 കിലോമീറ്റർ വീട്ടിലേക്ക് വരാൻ ഖദീജ ബീവിയുടെ വീട്ടിലേക്ക് ഓടി വന്നു. ഒന്ന് ആലോചിക്കണേ, രാവിലെയും വൈകുന്നേരവും ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ നബിതങ്ങൾക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കി ഈ മല കയറുമായിരുന്നു. എന്നാൽ ഇന്ന് ആരോഗ്യമുള്ള ഒരാൾക്ക് പോലും നേരാവണ്ണം കയറി ചെല്ലാൻ സാധ്യമല്ലാത്ത ആ മലയിൽ ഖദീജ ബീവി 7 കിലോമീറ്ററുകൾ താണ്ടി 3.5 മണിക്കൂർ യാത്ര ചെയ്താൽ അല്ലെങ്കിൽ നമ്മൾ പരിശ്രമിച്ചാൽ ആ മലയിലേക്ക് എത്തുന്ന ആ സമയങ്ങൾ എത്ര ത്യാഗത്തോടു കൂടിയ നമ്മൾക്ക് പ്രവാചകനിലൂടെ നമ്മൾക്ക് കാട്ടിത്തന്നത്. ആ ദൗത്യം, ആ പ്രവാചകന്റെ പരിശുദ്ധമായ ദീൻ നമ്മളുടെ ജീവിതത്തിൽ എല്ലാ നിലയിലും ഉണ്ടാകണം. അത് നിസ്കാരത്തിലായാലും, കച്ചവടത്തിലായാലും, സംസാരത്തിലായാലും, ഇടപാടുകളിലായാലും, ജീവിതത്തിൽ ഏത് മേഖലകളിലും ആ പ്രവാചകൻ കാട്ടിത്തന്ന ദീൻ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരണം. ഈ പരിശുദ്ധമായ റമളാൻ കയ്യിലുണ്ടാവുന്ന ദിവസം മാത്രം മാറ്റി നിൽക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് നാം എല്ലാവരും നിയത്ത് ചെയ്യുക, നവൈതുൽ ഇത്തിഖാഫ ഫീ ഹാദൽ മസ്ജിദ് ലില്ലാഹി തആല. നവൈതു, ഞാൻ കരുതുന്നു ഈ പള്ളിയിൽ ഇരിക്കുവാൻ, ഇത്തിഖാഫിരിക്കുവാൻ ഞാൻ നിയത്ത് ചെയ്യുന്നു എന്ന് ചെല്ലണം. പള്ളിയിലേക്ക് കയറി വരുമ്പോൾ ചെല്ലണം. 1 സെക്കൻഡാണ് നമ്മൾക്ക് പള്ളിയിൽ ആ ഒരു നിയത്തോടെ കയറിയിരിക്കാൻ സാധിച്ചാൽ, ആ നിയത്തോടെ ഉറങ്ങാൻ സാധിച്ചാൽ, ആ നിയത്തോടെ ദിക്ർ ചൊല്ലാൻ സാധിച്ചാൽ വലിയ എത്ര എണ്ണിയാലും തീരാത്ത അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അനുഗ്രഹത്തിന്റെ തേന്മഴ പെയ്യുന്ന ലൈലത്തുൽ ഖദറാകാൻ സാധ്യതയുള്ള ഈ രാവിൽ, മലക്കുകളുടെ സാന്നിധ്യമുള്ള ഈ ദിവസത്തിൽ, വിധി നിർണയത്തിന്റെ രാവുകളും സർവ്വ നന്മകളും അല്ലാഹു മലക്കുകളിലൂടെ, റൂഹുകളിലൂടെ അല്ലാഹു നൽകുന്ന ഒരു ദിവസമാണ് ലൈലത്തുൽ ഖദറാകാൻ സാധ്യതയുള്ള ഈ രാവ്. ഈ രാവിനെ സംബന്ധിച്ച് തഫ്സീർ മിശ്കാത്തിലൂടെ അതിന്റെ റാവികൾ പറയുന്നത് 4 പ്രകാശങ്ങളുടെ സമന്വയമാണ്
പരിശുദ്ധമായ ഖദർ. അതിലൊന്ന് അല്ലാഹുവിന്റെ തിരുനോട്ടം ഉണ്ടാകുന്ന ഒരു രാവാണ് ലൈലത്തുൽ ഖദർ. നമ്മുടെ ഹൃദയാന്തരങ്ങളിലേക്ക് ചിന്തിക്കുന്നതും നാം ചിന്തിക്കാൻ പോകുന്നതുമൊക്കെ തിരിച്ചറിയുന്ന റബ്ബ് നമ്മളുടെ തിരുനോട്ടം നമ്മളിലേക്ക് നൽകുന്ന ഒരു രാവാണ് ലൈലത്തുൽ ഖദർ. രണ്ടാമത്തേത് മലക്കുകളുടെ സാന്നിധ്യമുള്ള രാവാണ് ഈ ലൈലത്തുൽ ഖദർ. മൂന്ന് പരിശുദ്ധമായ ഖുർആൻ ഓതുന്നതും അത് ഓതി കേൾക്കുന്നതും ആ ഖുർആനിന്റെ ധ്വനികൾ കേൾക്കുമ്പോൾ മനസ്സിൽ മാറ്റമുണ്ടാകുന്നതുമായ ഒരു വിശുദ്ധ ഖുർആനിന്റെ ബന്ധം ഉണ്ടാകുന്ന രാവാണ്. നാലാമത്തതോ പ്രവാചകന്മാർ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ള ജീവിച്ചിരിക്കുന്ന പ്രവാചകന്മാരും ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞ പ്രവാചകന്മാരുടെ ഒക്കെ സാന്നിധ്യമുള്ള രാവാണ് ലൈലത്തുൽ ഖദറാകാൻ സാധ്യതയുള്ള ഈ രാവ്. അല്ലാഹുവിൽ നിന്ന് ആകാശഭൂമികളിലൂടെ അല്ലാഹുവിന്റെ നൂറാനിയത്തിന്റെ ആ പ്രകാശം പ്രകടമാകുന്ന ഒരു രാവ് കൂടിയാണ് ഈ ലൈലത്തുൽ ഖദർ. നാം ചെയ്യുന്ന ചെറിയ നന്മയാണെങ്കിൽ പോലും ആ നന്മയിൽ നമ്മൾക്ക് ഇഖ്ലാസ്, നിഷ്കളങ്കത ഉണ്ടാകണം, ആത്മാർത്ഥത ഉണ്ടാകണം. ആത്മാർത്ഥത ഉണ്ടാകുമ്പോൾ ആ കുറഞ്ഞ അമലിൽ അല്ലാഹു ഇഷ്ടപ്പെട്ട് നമ്മുടെ മുഴുവൻ അമലുകളും സ്വീകരിക്കുന്നതിന് കാരണമാണ്. കാരണം കഅബയുടെ ചുറ്റും ഒരാള് യാ കരീം യാ അല്ലാഹ്, യാ കരീം യാ അല്ലാഹ്, അദ്ദേഹത്തിന് ഈ ദിക്റല്ലാതെ ഒന്നും അറിയില്ല. നിസ്കരിക്കാൻ അറിയില്ല, മറ്റ് ദിക്റുകൾ ചൊല്ലാൻ അറിയില്ല, മറ്റൊന്നും അറിയില്ല. അദ്ദേഹത്തിന് ആകെ അറിയാവുന്ന ഒരു ദിക്റാണ് യാ കരീം യാ അല്ലാഹ്. എന്നാൽ കഅബാലയത്തിന്റെ ചുറ്റുവട്ടത്ത് 7 പ്രാവശ്യം തവാഫ് ചെയ്യുമ്പോൾ ആ 7 പ്രാവശ്യത്തിലും യാ കരീം യാ അല്ലാഹ്, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട്, അല്ലാഹുവിനെ കണ്ടുകൊണ്ട്, ആ റബ്ബിനെ മാത്രം ഓർത്തുകൊണ്ട്, ദുന്യവിയായ ഒരു ചിന്തയുമില്ലാതെ അല്ലാഹുവിന്റെ കഅബയുടെ ആ മത്താഫിലൂടെ തവാഫ് ചെയ്യുമ്പോൾ ആ മനുഷ്യന്റെ ഇഖ്ലാസ് കൊണ്ട് അവിടെ കൂടിയ ലക്ഷക്കണക്കിന് ആളുകളുടെ ഹജ്ജുകൾ സ്വീകരിച്ചു എന്ന് സഹാബാക്കൾ നമ്മളോട് ബോധ്യപ്പെടുത്തിയെങ്കിൽ പ്രിയമുള്ളവരെ, നാം ചിന്തിക്കുക, ചെറിയ അമലാണെങ്കിൽ പോലും അതിൽ ഇഖ്ലാസ്, നിഷ്കളങ്കത ഉണ്ടാകണം. അല്ലാഹുവിലേക്ക് ലയിച്ചു ചേരണം. അല്ലാഹുവേ, എനിക്ക് ആരോഗ്യം നൽകി, എനിക്ക് സമ്പത്ത് നൽകി, എനിക്ക് ആഫിയത്ത് നൽകി, ഇതൊക്കെ നിന്റെ കരുണ കൊണ്ടാണ്. കാരണം ഈ കരുണയില്ലാതെ ഒരു മനുഷ്യനും അവന്റെ വിരൽ പോലും അനക്കാൻ സാധ്യമല്ല. ചിന്തിക്കണേ, എത്രയോ ആളുകൾ ഇന്നും ഈ നിമിഷവും ഹോസ്പിറ്റലുകളിൽ വേദനയോടെ, വിഷമത്തോടെ, സങ്കടത്തോടെ, കൈകാലുകൾക്ക് ചലനമില്ലാതെ, അതേപോലെ പൊട്ടാസ്യം എന്നത് ശരീരത്തിൽ ഉണ്ടായാലേ ആ മനുഷ്യന് നിലനിൽക്കാൻ സാധിക്കുള്ളൂ. എന്നാൽ ആ പൊട്ടാസ്യത്തിന്റെ മരുന്നുകളെല്ലാം ശരീരത്തിൽ കുത്തിവെച്ചിട്ടും ആ മനുഷ്യന്റെ ശരീരത്തിൽ കയറാതെ ആ മനുഷ്യൻ മരണപ്പെട്ടു പോകുന്നു. എന്നാൽ ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല യാതൊരു കുഴപ്പവുമില്ലാതെ എന്റെയും നിങ്ങളുടെയും ശരീരത്തിൽ അല്ലാഹു നിശ്ചയിച്ച അളവിൽ വേണ്ടതുപോലെ അല്ലാഹു എല്ലാം നൽകിയിരിക്കുന്നു. ഇതിന്റെ ഒരു അംശം, ഈ നിശ്ചയിച്ചിരിക്കുന്ന അളവിന്റെ ഒരു അംശം നമ്മളിൽ നിന്ന് നിശ്ചലമായാൽ, ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ, ഒന്ന് അളവെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനു കൊള്ളാം എന്നെയും നിങ്ങളെയും ചിന്തിക്കണ സഹോദര. അല്ലാഹുവിനെ കുറിച്ചപ്പോൾ ഞാൻ നിങ്ങളും ഓർക്കണം, ആ റബ്ബിനെ മറന്നുള്ള ഒരു ജീവിതം എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകാൻ പാടില്ല. ഒരുപാടൊന്നും വാരിക്കോഴിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിൽ ഉൾക്കൊള്ളുന്ന നിലയിൽ ചിന്തിക്കുക. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക, എനിക്ക് ആരോഗ്യം നൽകി, ഈ ആരോഗ്യം കൊണ്ട് നാളെ റബ്ബിന്റെ കോടതിയിൽ കടന്നു ചെല്ലുമ്പോൾ എന്നോട് ചോദിക്കപ്പെടും, ഏ മനുഷ്യ, നിന്റെ ആരോഗ്യം എന്തിനു വേണ്ടി നീ ചിലവഴിച്ചു? നിന്റെ സമ്പത്ത് നിനക്ക് ഞാൻ നൽകി, എന്നാൽ അതെല്ലാം കെട്ടിപ്പൂട്ടി അലമാരിയിൽ വെച്ചിട്ട് ആർക്കും കൊടുക്കാതെ, ആർക്കും ഉപകരിപ്പിക്കാതെ, ആർക്കും അതിന് തണലേകാതെ,
അത് സൂക്ഷിച്ചു വെച്ച് സമ്പത്തുകൾ കുമിഞ്ഞുകൂടി. എന്നാൽ ഇതൊന്നും ഞാനും നിങ്ങളും കൊണ്ടുപോകാൻ പോകുന്നില്ല. ഇതെല്ലാം നമ്മളുടെ അനന്തരാവകാശികൾക്ക് വിട്ടേച്ചു പോവുകയാണ്. അവരാണ് ആസ്വദിക്കുന്നത്, അവരാണ് ഇതിനൊക്കെ അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവർ. പക്ഷേ ഇതൊന്നും കൊണ്ടുപോകാതെ നമ്മളൊക്കെ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്ന സമ്പത്തുകളും ആരോഗ്യവും ഒക്കെ അല്ലാഹുവിന്റെ മാർഗത്തിൽ, അല്ലാഹുവിന്റെ ഇബാദത്തിൽ, അല്ലാഹുവിന്റെ ആ ശ്രേഷ്ഠമായ ആരാധനകളിൽ ചെലവഴിച്ചില്ല എങ്കിൽ അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച് ഞാൻ നിങ്ങളും സമാധാനം പറയേണ്ടി വരും എന്നുള്ളൊരു ചിന്ത എനിക്കും നിങ്ങൾക്കും എപ്പോഴും ഏത് സമയത്തും ഉണ്ടാകണം. അതൊക്കെ ചിന്തിക്കുന്നത് പോരാ. ഏത് സമയത്തായിട്ടൊക്കെ ചിന്തിക്കുക. നമ്മൾക്കൊരു പനി വരുമ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിൽ ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴാണ് ഞാൻ നിങ്ങൾ ചിന്തിക്കുക. കഴിഞ്ഞ ദിവസം കഅബാലയത്തിന്റെ ചുറ്റുവട്ടത്തിൽ തവാഫ് ചെയ്യുമ്പോ ഒരു മനുഷ്യൻ 76 ദിവസമായിട്ട് തന്റെ കയ്യിൽ ഒന്നുമില്ലാതെ പടച്ചവൻ ആ മനുഷ്യനെ എല്ലാം നൽകി. ആ മനുഷ്യനെ അല്ലാഹു സംരക്ഷിച്ചു. കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ ഒന്നുമില്ല, ഒരു റിയാൽ പോലും എടുക്കാനില്ല. പക്ഷേ അദ്ദേഹത്തിന് ഭക്ഷണം എത്തുന്നുണ്ട്. പോലീസുകാർ അദ്ദേഹത്തിന് വേണ്ടതായ എല്ലാ കാര്യങ്ങളും എത്തിച്ചു കൊണ്ടുപോയിരിക്കുകയാണ്. എന്നാൽ അദ്ദേഹം വന്നത് മറ്റൊരാളുടെ സഹായത്താൽ ഉംറ ചെയ്യാൻ വന്നയാളാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒന്നുമില്ല, പക്ഷേ അല്ലാഹു സംരക്ഷിച്ചു. അങ്ങനെ 76ാമത്തെ ദിവസമാണ് അദ്ദേഹത്തെ കാണാൻ സാധിച്ചത്. അങ്ങനെ അദ്ദേഹം പറയുകയാണ്, എന്റെ കയ്യിൽ ഒന്നുമില്ല ഉസ്താദേ, ഞാൻ ഒരാളുടെ സഹായത്താൽ വന്നതാണ്. പക്ഷെ എനിക്ക് കഅബാലയം എന്റെ 2 കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിച്ചത് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. ഈ നിമിഷം ഞാൻ മരിച്ചാൽ എനിക്ക് ഏറ്റവും സംതൃപ്തിയാണ്, എനിക്ക് ഏറ്റവും സന്തോഷമാണ്, എന്റെ മനസ്സ് തൃപ്തിയായിരിക്കുകയാണ്. കാരണം ഈ 76 ദിവസവും എനിക്ക് ഇന്നേവരെയും ഒരു നേരത്തെ വെള്ളത്തിനോ അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണത്തിനോ ഞാൻ ഇതേവരെയും ആരോടും ചോദിച്ചിട്ടില്ല. പക്ഷേ അല്ലാഹു പലരും മുഖേന എനിക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോലീസുകാർ അദ്ദേഹത്തിൻ്റെതായ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പിറക്കി. അദ്ദേഹത്തിന് തിരിച്ച് പോകേണ്ട സമയമായപ്പോൾ അദ്ദേഹത്തിന് വേണ്ട ആ ഗവൺമെന്റ് തന്നെ ഏറ്റെടുത്ത് അദ്ദേഹത്തിൻ്റെതായ പോക്കിലുള്ള കാര്യങ്ങളും അദ്ദേഹത്തിന് വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ട സാധനങ്ങൾ വരെയും അവിടെ കൂടിയിരുന്ന ആളുകളൊക്കെ ഒരുമിച്ച് കൂടി അദ്ദേഹത്തിന് സന്തോഷത്തോടെ അവിടെ നിന്ന് വിട പറയാൻ സാധിച്ചു. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, നമ്മൾ സ്വരൂപി വെച്ചിരിക്കുന്ന ഈ സമ്പത്ത് കൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഞാൻ നിങ്ങൾ ചിലവഴിക്കാൻ സാധിക്കണം. കാരണം ആ ഒരു മനസ്സ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. പൈസ ഉള്ളവർ മാത്രമല്ല കഅബാലയത്തിന്റെ ചുറ്റുവട്ടത്ത് എത്തിച്ചേരുന്നത്. പൈസ ഇല്ലാത്തവരും ദരിദ്രരായ ആൾക്കാരും ഒന്നുമില്ലാത്തവരും മിസ്കിന്മാർ പോലും എത്തുന്നുണ്ട്. എന്നാൽ ഓരോ മാസവും നാം ഒന്ന് ശ്രമിച്ചാൽ, നമ്മളുടെ ജീവിതത്തിൽ കിട്ടുന്ന ഒരു വിഹിതം മാറ്റിവെച്ചാൽ, നമ്മളുടെ ജീവിതത്തിൽ മരിക്കുന്നതിന് മുമ്പ് ആ പരിശുദ്ധമായ കഅബാലയത്തിൽ നമ്മൾക്ക് എത്താൻ നമ്മൾ ദുആ ചെയ്യുക. നമ്മൾ അതിനു വേണ്ടി തേടിക്കൊണ്ടേയിരിക്കുക, 5 നേരവും പ്രാർത്ഥിക്കുക. തീർച്ചയായും അല്ലാഹു ആരെങ്കിലും മുഖേന അല്ലെങ്കിൽ നാം അറിയാതെ നമ്മളെ അവിടെ എത്തിക്കും. അതുകൊണ്ട് ശ്രമിക്കണം. ഞാൻ ദരിദ്രനാണ്, പാവപ്പെട്ടവനാണ്, എന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാം ആരും പിന്മാറി പോകരുത്. മറിച്ച് അതിനു വേണ്ടി സ്വരൂപണം. അതിനുവേണ്ടി മാസത്തിൽ നിശ്ചയ തുക, ഒരു തുക, ചെറിയ തുക നമ്മൾ മാറ്റിവെക്കുക. അങ്ങനെ സ്വരൂപത്തിൽ വെച്ചിരിക്കുന്ന സമ്പാദ്യം കൊണ്ട് ജീവിതത്തിൽ മരിക്കുന്നതിന് മുമ്പ് തന്റെ 2 കണ്ണുകൊണ്ട് ആ കഅബാലയത്തെ കാണാൻ ഹിജ്റ ഇസ്മായിലിന്റെ ഭിത്തിയിൽ പിടിച്ചുകൊണ്ട് ദുആക്ക് സ്വീകാര്യതയുള്ള ആ ഭിത്തിയിൽ പിടിച്ചുകൊണ്ട് ദുആ ചെയ്യാൻ, അതേപോലെ തന്നെ പരിശുദ്ധമായ ഇബ്രാഹിം മുസല്ലിയിൽ നിസ്കരിക്കാനും ഹജറുൽ അസ്വദിൽ ചുംബിക്കാനും
അല്ലാഹു നമ്മൾക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഉറക്കെ ആമീൻ പറയാം. അല്ലാഹു കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ജീവിതത്തിൽ ഒന്നും കൊണ്ടുപോകാനില്ല, അല്ലേ? നമ്മൾ സമ്പാദിച്ച സമ്പാദ്യം, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ വീട്, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ വാഹനങ്ങൾ, ഇതൊക്കെ നമ്മളുടെ മക്കളെയോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരെയോ ഏൽപ്പിച്ചെത്തിയും നെഞ്ഞാരി പള്ളിയുടെ 6 അടി മണ്ണിൽ ഞാൻ നിങ്ങളും പോകേണ്ടി വരുന്ന ഒരു ദിവസം ഉണ്ടാകും. ആ പോക്ക്, ആ ഒരു യാത്ര സന്തോഷത്തോടെ ആയിരിക്കണം. നമ്മൾ മനസ്സ് നിറഞ്ഞുള്ള ഒരു യാത്രയാകണം. അല്ലാഹു നൽകിയ ആരോഗ്യത്തിൽ, സമ്പത്തിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കാനും സ്വന്തം ശരീരം അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ പരിശ്രമിക്കാനും തയ്യാറായാൽ ഈ ദുനിയാവും നാളത്തെ ആഖിറത്തിലും നമ്മൾ ഉന്നതമായ ഉയർന്നതായ സ്ഥാനം അല്ലാഹു നമ്മൾക്ക് നൽകും. തീർച്ചയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പരിശുദ്ധമായ ലൈലത്തുൽ ഖദറാകാൻ സാധ്യതയുള്ള ഈ രാവ് തനസ്സലുൽ മലായികത്തു വറൂഹ്, അല്ലാഹുവിന്റെ അനുമതിയോടെ റൂഹുകൾ, ആത്മാക്കളും മലക്കുകളും ഇറങ്ങി വരുന്ന ഒരു ദിവസമാണ് ലൈലത്തുൽ ഖദർ. സലാമുൻ ഹിയ ഹത്താ മത്ലഉൽ ഫജ്ർ. ഈ ഫജ്ർ അഥവാ നാളത്തെ ഫജ്റിന്റെ വെളിവാകുന്ന സമയം വരെയും മലക്കുകൾ നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. പടച്ചവനെ, നിനക്ക് വേണ്ടി ഉറക്കളച്ചവനാണ്, നിനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്തവനാണ്, നിസ്കരിച്ചവനാണ്. അതുകൊണ്ട് അല്ലാഹ് ഈ മനുഷ്യന് അവന്റെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കണമേ, അവന് ഉന്നതമായ സ്ഥാനം കൊടുക്കണമേ, അവന്റെ ജീവിതത്തിൽ നീ എല്ലാ നിലയിലും ബർക്കത്ത് നൽകണമേ എന്ന് മലക്കുകൾ ദുആ ചെയ്യും. നമ്മുടെയൊക്കെ ദുആ കൊണ്ട് മലക്കുകൾ ദുആ ചെയ്താൽ ഉടനടി സ്വീകാര്യതയാണ്. ആ മലക്കുകളുടെ ദുആയാണ് നമ്മൾക്ക് ആവശ്യം. ലാ ഹാറുൻ വലാ ബാരിദ. ഈ ലൈലത്തുൽ ഖദറാകാൻ സാധ്യതയുള്ള ഈ രാവിൽ വലിയ ചൂടോ വലിയ തണുപ്പോ ഉണ്ടാകാത്ത ഒരു രാത്രിയാണ് ലൈലത്തുൽ ഖദറാകാൻ സാധ്യതയുള്ള ഈ രാവ്. കഅന്നഹാ ഖമറൻ സാതിഅ വലാ യഹില്ല ലിനജ്മിൻ. നക്ഷത്രങ്ങൾ അറിയപ്പെടുന്ന, ചന്ദ്രൻ പ്രത്യക്ഷപ്പെടുന്ന ഒരു രാത്രിയാണ് ലൈലത്തുൽ ഖദറാകാൻ സാധ്യതയുള്ള ഈ രാവ്. എന്നാൽ ഈ രാവിൽ ഫഖദ ഹരിമ ഖൈറു കുല്ലുഹു, എല്ലാ നന്മകളും തടയപ്പെട്ട ഒരു വിഭാഗം ആളുകളുണ്ട്. അവരാരാണ്? സദാ മദ്യം ഉപയോഗിക്കുന്നവർ, മാതാപിതാക്കളെ ഉപദ്രവിച്ചവർ, കുടുംബബന്ധം മുറിച്ചവർ, ശത്രുത മൂലം സ്നേഹബന്ധം നഷ്ടപ്പെടുത്തിയവർ, അല്ലാഹുവിന്റെ നന്മകളിൽ നിന്ന് ഒഴിവാകുന്നവരാണ്, ഭാഗ്യപ്പെട്ടവരാണ്, പരാജിതരാണ്, നിന്ദ്യരായ ആളുകളാണ്. മഴ പോലെ പാമ്പുകളും തേളുകളും നിറയ്ക്കപ്പെട്ട നരകത്തിലേക്ക് എറിയപ്പെട്ട നരകവാസികളാണ് എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മെ ബോധ്യപ്പെടുത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും ആ ജഹന്നം എന്ന നരകത്തെ തൊട്ട് കാക്കുമാറാകട്ടെ. ആ നരകത്തിന്റെ വാസന പോലും നമ്മളെ അടുപ്പിക്കാതെ അല്ലാഹു സ്വർഗ്ഗത്തിന്റെ ജന്നാത്തുൽ ഫിർദൗസിന്റെ അധികാരായി അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. വളരെ ഗൗരവമായ നിലയിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ നന്മകളൊക്കെ അനുഗ്രഹങ്ങളൊക്കെ വർഷിക്കുന്ന ഈ ദിവസത്തിൽ ദുആ തടയപ്പെടുന്ന ചില ആളുകളുണ്ട്. അതിലൊന്നാണ് നിസ്കാരമില്ലാത്തവർ. റമദാൻ വന്നെത്തിയിട്ട് ഇന്ന് 26 ദിവസം വിട പറഞ്ഞു. ഈ 26 ദിവസവും ഒരു വഖത്ത് പോലും നിസ്കരിക്കാൻ മനസ്സ് കാണിക്കാത്ത, താല്പര്യം കാണിക്കാത്ത എത്രയോ ആളുകൾ നമ്മൾക്കിടയിൽ ഉണ്ടാവാം. അല്ലാഹു അവരെ കാക്കുമാറാകട്ടെ. രണ്ടാമത്തേത് നോമ്പ് നോൽക്കാത്തവർ. നോമ്പ് നോൽക്കാത്തവർ എന്ന് പറയുമ്പോൾ രോഗം കൊണ്ടോ മറ്റ് ശാരീരികമായ ബുദ്ധിമുട്ട് കൊണ്ടോ നോമ്പ് നോൽക്കാത്തവരല്ല, മറിച്ച് ആരോഗ്യവും നോമ്പ് നോൽക്കാൻ ആഫിയത്തും ഉണ്ടായിട്ടും
യാതൊരു കാരണവുമില്ലാന്നിട്ടും നോമ്പ് നോക്കാത്തവരാണ്. മൂന്നാമത്തത് പ്രയാസപ്പെട്ട് ഭാരത്തോടെ നിസ്കരിക്കുന്നവർ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. കാരണം നമ്മൾ നിസ്കരിച്ചാലും നോമ്പ് നോക്കാനും ദുആ ചെയ്താലും ദിക്ർ സലാത്തുകൾ ചെയ്താലും സന്തോഷത്തോടെ ചെയ്യണം, അല്ലേ? സംതൃപ്തിയോടുകൂടി ചെയ്യുമ്പോൾ അതിനൊരു രസമുണ്ടാവുക. ആ നിസ്കാരത്തിൽ ആദരമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എനിക്ക് കൺകുളിർമയുണ്ടാകുന്നത് എപ്പോഴാ? നിസ്കാരത്തിലാണ്, അല്ലേ? ആ ഒരു രസം നിസ്കാരത്തിൽ ദിക്ർ ചെല്ലുന്നതിൽ, സലാത്ത് ചെല്ലുന്നതിൽ, നോമ്പ് നോക്കുന്നതിൽ. നാമൊക്കെ നോമ്പ് പകലുകളിൽ കഠിനമായ ദാഹമുണ്ടാകും, കഠിനമായ വിശപ്പുണ്ടാകും, ശരീരമൊക്കെ ക്ഷീണിച്ച് തളർന്ന് ബുദ്ധിമുട്ടുണ്ടാകും. എന്നിരുന്നാലും അല്ലാഹുവിന് വേണ്ടി നോമ്പ് നോക്കുമ്പോ ആ നോമ്പിനൊരു രസമുണ്ട്. കാരണം എന്റെ അല്ലാഹുവിന് വേണ്ടിയാ ഞാൻ നോമ്പ് നോക്കുന്നത് എന്നുള്ള ഒരു ചിന്ത ആ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് വരുമ്പോ അവന്റെ എല്ലാ പ്രയാസവും എല്ലാ ബുദ്ധിമുട്ടും അവൻ മറന്നുപോകും. അങ്ങനെയുള്ള നോമ്പുകാരാകണം. അതേപോലെ പ്രയാസപ്പെട്ട് ഭാരത്തോടുകൂടി നിസ്കരിച്ചാൽ, നോമ്പ് നോറ്റാൽ, ദിക്ർ ചെയ്താൽ, സദഖ ചെയ്താൽ എന്താ ഉണ്ടാവുക? എന്ത് സംഭവിക്കും? പഴയ തുണി ചുരുട്ടി നമ്മുടെ മുഖത്തേക്ക് വലിച്ചെറിയപ്പെടുന്നത് പോലെ ഞാനും നിങ്ങളും നിസ്കരിച്ച നിസ്കാരങ്ങളും ഇബാദത്തുകളും ഒക്കെ നമ്മുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് നീ നരകത്തിലേക്ക് പോടാ എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടാവും. അല്ലാഹു കാക്കുമാറാകട്ടെ. സന്തോഷത്തോടെ, സംതൃപ്തിയോടെ, വളരെ താല്പര്യത്തോടെ, രസത്തോടെ ഇബാദത്തുകൾ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നാലാമത്തെ വിഭാഗം പരസ്യമായി ആഹരിച്ച് നടന്നവർ. നോമ്പ് കാലമാണ്, നോമ്പ് പിടിക്കാൻ നമ്മൾക്ക് നിർവാഹമില്ല എങ്കിൽ എന്ത് ചെയ്യണം? ആരും അറിയാതെ, ആരും കാണാതെ ഭക്ഷണങ്ങൾ കഴിക്കാം. പക്ഷെ അത് രോഗത്തിന്റെ അവസ്ഥ ഉണ്ടാകണം, ശരീരത്തിന്റെ ആരോഗ്യ അവസ്ഥ ഉണ്ടാകണം. അങ്ങനെയുള്ള അവസ്ഥയിലാണ് നോമ്പില്ലാത്തവർ. എന്നാൽ അങ്ങനെയുള്ള ആളുകൾ പരസ്യമായിട്ട് ആഹരിച്ചാലോ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ, ഇങ്ങനെ 4 വിഭാഗം ആളുകൾ തീർച്ചയായും ദുആ തടയപ്പെട്ടവരാണ്. അല്ലാഹു നമ്മെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആമീൻ. ഈമാനിന്റെ പവറില്ല. നല്ല ശക്തമായിട്ട് പറയണം. നമ്മുടെ മനസ്സിൽ നിന്ന് ഈ ആമീൻ പറയാൻ വരണം. എന്നാലേ അല്ലാഹു മലക്കുകൾ സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ രാവിലെ നാം ഉണർന്നിരിക്കുക. നമ്മളുടെ കർമ്മങ്ങൾ വിലയിരുത്തപ്പെടുന്ന ദിവസമാണ് ലൈലത്തുൽ ഖദർ. നമ്മൾ എന്തൊക്കെ നന്മകൾ ചെയ്തോ, എന്തൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്തോ, ആ നന്മകളുടെയൊക്കെ വിധി നിർണയരാകും. നാം എന്ത് ചെയ്തു എന്ന് നോക്കിയിട്ടല്ല, ആദ്യ വേളയിൽ എന്തു ചെയ്തു എന്നതാണ്. നമ്മൾ മനസ്സുകൊണ്ട് ചില ആളുകൾ സദഖ ചെയ്യാറുണ്ട്. മനസ്സുകൊണ്ട് ഞാൻ ഇന്നത് ചെയ്തേക്കാം എന്ന് പറയാറുണ്ട്. എന്നാൽ ഏറ്റവും വലിയ സദഖ അതാണ്. കൊടുക്കാതെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മനസ്സ് നിശ്ചയിച്ചു, അവരുടെ മനസ്സുകൊണ്ട് തീരുമാനിച്ചു. ആ മനസ്സിന്റെ തീരുമാനം അല്ലാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു അമലാണ്. അങ്ങനെ മനസ്സുകൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളായി മാറണം. റമദാനിന്റെ അവസാന വേളകൾ പരിശുദ്ധരായി മാറാൻ ഞാനും നിങ്ങൾ ശ്രമിക്കണം. കാരണം നമ്മളുടെ മരണം നമ്മളുടെ ചെരുപ്പിന്റെ വാറിനോട് അടുത്തതാണ്, അതിനേക്കാൾ അടുത്തതാണ്. അസ്റാഈൽ അലൈഹിസ്സലാം നമ്മുടെ റൂഹിനെ പിടിക്കാൻ നമ്മളുടെ പുറകിൽ നിൽപ്പുണ്ട് എന്നുള്ള ചിന്ത നമ്മൾക്കുണ്ടാകണം. അല്ലാഹു നമ്മുടെ മുന്നിൽ നിൽപ്പുണ്ട്. നമ്മളുടെ എല്ലാ നോട്ടങ്ങളും എല്ലാവിധ ചലനങ്ങളും ഉടമസ്ഥനായ റബ്ബ് തിരിച്ചറിയുന്നവനാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളും അല്ലാഹുവിലേക്ക് ലയിച്ചു ചേരുക. ആ റബ്ബിലേക്ക് നമ്മുടെ മനസ്സ് ലയിച്ചു ചേരാൻ സാധ്യമാകണം. വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ പരിശ്രമിക്കുന്ന, കടക്കാൻ സാധ്യമായ ഒരു വിഭാഗം ആളുകളാണ് പകലന്തിയോളം പട്ടിണിയിരുന്നു കൊണ്ട് അല്ലാഹുവിന്റെ ഇബാദത്തിൽ കഴിഞ്ഞുകൂടി രാത്രിയുടെ യാമങ്ങളിൽ ഖുർആൻ ഓതി ദിക്ർ സലാത്തുകൾ ചൊല്ലി അല്ലാഹുവിന്റെ ആ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു മനുഷ്യൻ
അവന് വിചാരണയില്ല, അവന് സിറാത്ത് എന്ന പാലമില്ല. അവന് മിന്നൽ വേഗത്തിൽ ആ റബ്ബിന്റെ സ്വർഗത്തിലേക്ക്, ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കടക്കാൻ കാരണമായി തീരും. അങ്ങനെയുള്ള വിഭാഗത്തിൽ എന്നെയും നിങ്ങളെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്ന ദിവസമാണ്. ഖദറിൽ മാത്രമല്ല, വരുന്ന പ്രത്യേകമായ സൃഷ്ടികൾ, അവർ മലക്കുകളല്ല, ജിന്നുകളല്ല, മനുഷ്യരല്ല. അല്ലാഹു പ്രത്യേകമായി സൃഷ്ടിക്കപ്പെട്ട ഒരു വിഭാഗം ആളുകൾ. അത് ലൈലത്തുൽ ഖദറിൽ മാത്രമാണ് അവർ വരിക, പിന്നെ അവർ വരില്ല, പിന്നെ അവരെ കാണാനും സാധ്യമല്ല. അങ്ങനെയുള്ള ആളുകൾ ഈ ലൈലത്തുൽ ഖദറിന്റെ രാവിന്റെ ശ്രേഷ്ഠത കൊണ്ട് അല്ലാഹു നിശ്ചയിച്ച ചില ആളുകൾ കടന്നു വരുന്ന ദിവസമാണ്. ആ ഖദറിൽ മാത്രം ഇറങ്ങുന്ന മലക്കുകളും റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരുന്ന ദിവസവും റൂഹുകൾ ഇറങ്ങി വരുന്ന ദിവസവുമാണ്. അതുകൊണ്ട് ഈ ദിവസത്തിൽ നമ്മളിൽ നിന്ന് മരണപ്പെട്ട ആളുകളെ കുറിച്ച് ഓർക്കണം. നമ്മുടെ മാതാപിതാക്കൾ, വേണ്ടപ്പെട്ടവർ, കുടുംബാദികൾ, അയൽവാസികൾ എല്ലാവരെയും നമ്മൾ ഓർക്കണം. അവർക്ക് വേണ്ടി ഒരു ഫാത്തിഹയെങ്കിലും ദിവസവും ഓതി ഹദിയ ചെയ്യാൻ നമ്മെ കൊണ്ട് സാധ്യമാകണം. ഒരു ദിക്റെങ്കിലും ചൊല്ലി അവർക്ക് വേണ്ടി ഹദിയ ചെയ്യാൻ സാധ്യമാകണം. ഈ ലൈലത്തുൽ ഖദറിൽ അല്ലാഹു സ്വീകരിക്കപ്പെട്ട ചില കൂട്ടരുണ്ട്. അതിൽ ഒന്നാണ് ഖദറിൽ പ്രതീക്ഷിച്ചിരിക്കുന്നവർ. ഈ ഇരിക്കുന്ന ആളുകളൊക്കെ എന്തിനു വേണ്ടിയിരിക്കുന്ന ചുമ്മാ ഇരിക്കുക. ലൈലത്തുൽ ഖദറാകാൻ സാധ്യതയുള്ള ഈ രാവിൽ ആണോ അല്ലയോ എന്ന് അറിയാത്ത ദിവസത്തിൽ പോലും പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ്. അങ്ങനെയുള്ള ആളുകളെ അല്ലാഹു ഏറെ ഇഷ്ടപ്പെടുന്നതാണ്. രണ്ടാമത്തെ വിഭാഗം മഗ്ഫിറത്ത് ലഭ്യമായവരാണ്. അല്ലാഹുവിന്റെ പാപമോചനം ലഭ്യമായ ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ ദുആ ചെയ്തു, അവർക്ക് കിട്ടി, ചോദിച്ചതൊക്കെ അല്ലാഹു അവർക്ക് കനിഞ്ഞരുളി. അങ്ങനെ കിട്ടിയ ആളുകൾ പിന്നീട് ഒരു തെറ്റിലേക്ക് പോകാതെ ഇരുന്നാൽ, ഒരു മോശമായ ചിന്തയും ചിന്തിക്കാതിരുന്നാൽ അവരുടെ ദുആ അല്ലാഹു സ്വീകരിച്ചു എന്നതിന്റെ അടയാളമാണ്. മഗ്ഫിറത്ത് ലഭ്യമായതിന്റെ അടയാളമാണ്. അല്ലാഹു അക്കൂട്ടരിൽ നമ്മെ ഓരോരുത്തരെയും, നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. മൂന്നാമത്തെ വിഭാഗം റഹ്മത്ത് നേടിയവർ. അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ ദിനരാത്രങ്ങൾ, റമദാനിന്റെ ആദ്യത്തെ 10 രാവുകളിൽ നാം തുടർച്ചയായി ആവർത്തിച്ച് ഓരോ ഫർദിന്റെ ഇടയിലും ഞാനും നിങ്ങളും ദുആ ചെയ്തവരാണ്. അല്ലാഹുവേ, നിന്റെ കരുണ നീ ചൊരിയണമേ അല്ലാഹ് എന്ന് നമ്മൾ ഓരോരുത്തരും ആവർത്തിച്ച് ദുആ ചെയ്തു. എന്നാൽ ആ കരുണ ലഭിച്ചതിന്റെ പേരിലാണ് എനിക്കും നിങ്ങൾക്കും ഈ രാത്രിയിൽ ഈ പള്ളിക്കുള്ളിൽ നമ്മൾക്ക് ഇരിക്കാൻ സാധിച്ചത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നാലാമത്തെ വിഭാഗം നരകമോചനം നേടിയവരാണ്. അല്ലാഹു തയ്യാറാക്കി വച്ചിരിക്കുന്ന പാപികൾക്കും ദോഷികൾക്കും തെറ്റ് ചെയ്തവർക്കും അല്ലാഹു തയ്യാറാക്കി വച്ചിരിക്കുന്ന നരകം, അത് കണ്ടാൽ തന്നെ ഭീതിപ്പെടും. നമ്മളൊക്കെ വാട്സപ്പിലൊക്കെ ചില ആളുകൾ നരകത്തെയും സ്വർഗത്തെയും ഒക്കെ ഇട്ട് കാണാറുണ്ട്. നരകത്തിൽ കത്തിച്ചെടുക്കുന്ന തീനാളങ്ങൾ, അതിലേക്ക് മനുഷ്യരെ ഇങ്ങനെ ഓരോന്നായി എറിയപ്പെടുന്ന രംഗങ്ങളൊക്കെ കാണാറുണ്ട്. എന്നാൽ അത് തന്നെയാണ് നരകം. ആ നരകം അല്ലാഹു തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അല്ലാഹു ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും ഈ റമദാനിൽ നമുക്ക് നൽകിയിട്ടുണ്ട്. അതിലൊന്നാണ് അല്ലാഹുവിനോടുള്ള കരുണയുടെ തേട്ടം, രണ്ടാമത്തേത് മഗ്ഫിറത്തിന്റെ തേട്ടം, മൂന്നാമത്തേത് നരകമോചനത്തിന്റെ തേട്ടം. ഈ 3 തേട്ടത്തിൽ നിന്നും ഒരു മനുഷ്യൻ അവന് രക്ഷ കിട്ടിയാൽ പിന്നെ അവൻ രക്ഷപ്പെട്ടു, പിന്നെ അവൻ വിജയിച്ചവനാണ്, പിന്നെ അവൻ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടാൻ അവന് സാധ്യമായി തീരും. ആയിരക്കണക്കിന് കറുത്ത പുള്ളികളെ കൊണ്ട് നമ്മളുടെ ഹൃദയങ്ങളൊക്കെ കേട്ടതും പറഞ്ഞതും ഇടപെട്ടതും നമ്മുടെ ജീവിതത്തിൽ അറിയാതെയും അറിഞ്ഞുകൊണ്ടൊക്കെ നമ്മളൊക്കെ തെറ്റ് ചെയ്തവർ. ആരും തെറ്റ് ചെയ്യാത്തവർ ആരെങ്കിലും ഇരിപ്പുണ്ടോ? ഉണ്ടോ? ഇല്ല, ഞാനില്ല. ഞാനും തെറ്റ് ചെയ്തവരാണ്, ഞാനും സമ്മതിക്കുന്നു. എല്ലാവരും തെറ്റ് ചെയ്തവരാണ്. ഒരു കണക്കിന് ഏതെങ്കിലും നിലയിൽ അറിയാതെയും അറിഞ്ഞുകൊണ്ടൊക്കെ തെറ്റ് ചെയ്തവരാണ്. എന്നാൽ
നമ്മളുടെ രഹസ്യങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവൻ ആരാ? 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 അല്ലാഹു. ആ അല്ലാഹു ആരാണ്? സത്താറാണ്. സത്താർ എന്ന് പറഞ്ഞാൽ എന്താ അറിയാം? ഇതിന്റെ അർത്ഥം എന്താ മോനെ? എന്താ? രഹസ്യങ്ങൾ അറിയുന്നവൻ അല്ലെ, രഹസ്യങ്ങളെ സൂക്ഷിക്കുന്നവൻ. എന്നാൽ ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ട മുഴുവൻ ആളുകളുടെയും അവർ ചിന്തിക്കുന്നതും ചിന്തിക്കാൻ പോകുന്നതും അവർ ചെയ്യുന്നതുമൊക്കെ അല്ലാഹു വെളിപ്പെടുത്തിയിരുന്നുവെങ്കിൽ എന്തായിരിക്കും നമ്മുടെയൊക്കെ അവസ്ഥ? എന്തായിരിക്കും? പരസ്പരം നോക്കാൻ പറ്റാതെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പോലും സാധ്യമല്ലാത്ത ഒരവസ്ഥയായിരിക്കും അല്ലെ. എന്നാൽ അല്ലാഹു എത്രയോ കാരുണ്യവാനാണ്, അവൻ എത്രയോ ഔദാര്യവാനാണ്. കാരണം ആ രഹസ്യങ്ങളൊക്കെ അല്ലാഹു സൂക്ഷിച്ചു വെച്ചിരിക്കുക. നാം എന്ത് ചെയ്യും? അടുത്തുള്ളവന്റെ തെറ്റുകൾ മറ്റുള്ളവരോട് പറഞ്ഞെടുക്കും അല്ലെ. രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. ആരുടെയും കുറ്റം എടുത്തു പറയരുത്, ആരുടെയും മോശത്തരങ്ങൾ മറ്റാരോടും വിളിച്ചു പറയരുത്. കാരണം അങ്ങനെ പറഞ്ഞാൽ അല്ലാഹു നമ്മുടെ ഓരോരുത്തരുടെയും രഹസ്യങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്ന ഒരു രംഗമുണ്ടാകും. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നാം ഓരോരുത്തരും ആ പരിശുദ്ധമായ ലൈലത്തുൽ ഖദറാകാൻ സാധ്യതയുള്ള ഈ രാവിൽ ഞാനും നിങ്ങളും പ്രതീക്ഷയോടെ ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് അല്ലാഹു പറഞ്ഞൊരു വാക്കാണ്, ഏറെ ചിന്തിക്കേണ്ട വാക്കാണ്. കാരണം തിരമാലകൾക്ക് സമാനമായ നിലയിൽ തെറ്റുകൾ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുമ്പോൾ ആ തെറ്റുകൾ ഉണ്ടായാലും അല്ലാഹുവിന്റെ മുന്നിൽ രണ്ട് കരങ്ങൾ ചേർത്ത് പിടിച്ച് ഹൃദയത്തിൽ നൊമ്പരപ്പെട്ട് കണ്ണുനീർ ഒലിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിനോട് തേടിയാൽ ആ കണ്ണുനീരിന് പകരമായി മുഴുവൻ തെറ്റുകളും മാപ്പ് നൽകാൻ കാരുണ്യവനായ ഔദാര്യവനായ ഉടമസ്ഥനായ അല്ലാഹു നമ്മൾക്കുണ്ട്. ആ അല്ലാഹുവിന്റെ മുന്നിൽ അല്ലാഹു പറയുകയാണ്, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. നിങ്ങളാരും നിരാശപ്പെടണ്ട, നിങ്ങളാരും നിരാശപ്പെട്ട് നിങ്ങൾ മറ്റൊരു മാർഗത്തിലേക്ക് പോകേണ്ടതില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ മുന്നിൽ കേണപേക്ഷിച്ച് അല്ലാഹുവിനോട് പൊരുത്തം ചോദിച്ച് ആ റബ്ബിനോട് മാപ്പ് ചെയ്ത് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അല്ലാഹുവിനോട് ചോദിക്കുക. തീർച്ചയായും ആ റബ്ബ് നമ്മൾക്ക് കരുണ ചൊരിയുന്നവനാണ്. ഔദാര്യം നൽകുന്നവനാണ് അല്ലാഹ്. അതുകൊണ്ട് മരണചിന്ത എപ്പോഴും ഉണ്ടാകണം. ഏത് സമയത്തും അത് പിടികൂടാം. ആ മരണം പിടികൂടിയ പിന്നെ ഒന്നും നടക്കില്ല. ആ മരിക്കുന്നതിന് മുമ്പ് അല്ലാഹു നൽകിയ സമയത്ത് ഇനി മുതൽ ഒരാളും ഒരൊറ്റ സുബഹി ഖളാ ആക്കരുത്. പള്ളിയിൽ വന്ന് ഇമാം ജമാഅത്തോടെ നിസ്കരിക്കണം. നമ്മൾക്ക് വിലപ്പെട്ട സമയമാണ്. ഇനി ഒരു റമദാൻ ഞാനോ നിങ്ങളോ ജീവിച്ചിരിക്കുമെന്ന് ആർക്കെങ്കിലും ഉറപ്പ് പറയാൻ പറ്റുമോ? ഉറപ്പ് പറയാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? ആർക്കും പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ജീവിതമാണ് എന്റെയും നിങ്ങളുടെയും ജീവിതം. അതുകൊണ്ട് ഈ വിശുദ്ധ റമദാൻ ഒരു നന്മ ചെയ്താൽ ഫർദ് ചെയ്തതിന്റെ പ്രതിഫലമാണ്. ഒരു ഫർദ് നിസ്കരിച്ചാൽ 70, 700 പിന്നെ അതിനേക്കാൾ ഇരട്ടിയായി പറയുന്നുണ്ട്. എത്രയും കണക്കില്ലാതെ അല്ലാഹു നൽകുന്ന ഒരു റമദാനാണ് എനിക്കും നിങ്ങൾക്കും നൽകിയത്. കയ്യിൽ എണ്ണാവുന്ന ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മളെല്ലാം ഫർദുകൾ വീട്ടിലായാലും പള്ളിയിലായാലും കൃത്യമായി വന്ന് നിസ്കരിച്ച് നമ്മൾ ഇന്ന് സുബഹി നിസ്കാരം ബാങ്ക് വിളിച്ചാൽ ഉടനെ നിസ്കാരമാണ്. അതുകൊണ്ട് ഇടക്കാലം കഴിച്ച് നേരെ വരിക, പള്ളിയിൽ സുബഹി നിസ്കരിക്കുക. അന്നത്തെ ദിവസം അല്ലാഹു നമ്മളുടെ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കും. ആ റബ്ബ് നടത്തി തരും. ആ റബ്ബ് നമ്മൾ അറിയാത്ത വിചാരിക്കാത്ത തരത്തിൽ അല്ലാഹു ജീവിതത്തിന്റെ ഉപജീവന മാർഗങ്ങളിൽ അല്ലാഹു ഖൈർ നൽകും. അല്ലാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. അല്ലാഹു എല്ലാവിധ ഖൈറും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സ്വാലിഹാ. ഇല്ലാ മൻ താബ, ഒരു
ചെയ്താൽ, പശ്ചാത്താപിച്ചാൽ, അല്ലാഹുവിനോട് കേണപേക്ഷിച്ചാൽ, ആ റബ്ബിലേക്ക് രണ്ട് കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് ചോദിച്ചാൽ, വആമന അവൻ വിശ്വാസത്തോടെ, വഅമില സ്വാലിഹ അവൻ ഇബാദത്ത് ചെയ്തുകൊണ്ട് ചോദിച്ചാൽ, നിസ്കാരമില്ലാതെ ചോദിക്കാനല്ല പറഞ്ഞത്, മറിച്ച് നിസ്കാരത്തോടുകൂടി ദിക്റ് സലാത്തുകളോടുകൂടി ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് തേടിയാൽ, ഫൗലൈക യുബദ്ദിലുല്ലാഹ് സയ്യിആതിഹിം ഹസനാത്ത് അവന്റെ തിന്മകൾക്ക് പകരമായി നന്മകളെ കൊണ്ട് അല്ലാഹു നിറച്ചു തരും. ആ തെറ്റുകളും തിന്മകളും അല്ലാഹു അതായത് ഉരുകുന്നത് പോലെ, ഉരുകി ഒലിക്കുന്നത് പോലെ തിന്മകളൊക്കെ മാഞ്ഞു പോകുന്നതാണ്. അവന്റെ നന്മകൾ അല്ലാഹു വർദ്ധിപ്പിച്ചു തരുന്നതാണ്. വകാനല്ലാഹു ഗഫൂറർ റഹീമ ഏറ്റവും പൊറുക്കുന്നവൻ, മാപ്പ് നൽകുന്നവൻ, കരുണ ചൊരിയുന്നവൻ, ഔദാര്യം കാണിക്കുന്നവൻ ഉടമസ്ഥനായ റബ്ബാണ്. വമൻ താബ വഅമില സ്വാലിഹ അതുകൊണ്ട് നിങ്ങൾ തൗബ ചെയ്തോ, അല്ലാഹുവിനോട് കേണപേക്ഷിച്ചോ, അല്ലാഹുവിനോട് തേടിയോ, വഅമില സ്വാലിഹ സൽകർമ്മങ്ങളിലൂടെ ചെയ്താൽ, ഫഇന്നഹു യതൂബു ഇലല്ലാഹി മതാബ അല്ലാഹുവിലേക്ക് തൃപ്തികരമായ നിലയിൽ, തൃപ്തികരമായ വിധത്തിൽ അല്ലാഹുവിലേക്ക് മടങ്ങിയാൽ തീർച്ചയായും അല്ലാഹു അവനെ സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് തെറ്റ് ചെയ്തോ നീ നിരാശപ്പെടേണ്ടതില്ല, അല്ലാഹുവിനോട് തേടിക്കൊള്ളുക. തൗബ ചെയ്താൽ ഈമാൻ നമ്മുടെ ഹൃദയത്തിലേക്ക് മടങ്ങി വരും. അല്ലാഹുവിന്റെ ഇസ്സത്ത്, അവന്റെ ഈമാനിന്റെ പവർ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. എന്നാൽ അല്ലാഹുവിലേക്ക് ഒരു മനുഷ്യൻ തെറ്റ് ചെയ്താൽ അവന്റെ വസ്ത്രം എങ്ങനെയാണോ ഒരു മനുഷ്യൻ ഉഴുന്നത്, അതേപോലെ വസ്ത്രം ഉരപ്പെടുന്നത് പോലെ അവന്റെ ഈമാനിനെ അല്ലാഹു വലിച്ചിറക്കി കളയുന്നതാ. അല്ലാഹു ഏറെ ഇഷ്ടപ്പെടുന്ന കണ്ണുനീർ തുള്ളിയാണ് പൊട്ടിക്കരിഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ണുനീർ. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹ് തൗബതൻ നസൂഹ. യാ അയ്യുഹല്ലദീന ആമനൂ ഈമാനുള്ളവരെ, തൂബൂ ഇലല്ലാഹ് നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുക, അല്ലാഹുവിലേക്ക് പശ്ചാത്താപിച്ച് മടങ്ങുക. തൗബതൻ നസൂഹ നസൂഹായ സാലിഹായ ഇഖ്ലാസുള്ള തൗബയായിരിക്കുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അത് അധികരിപ്പിക്കണേ. അത് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ എടുക്കാൻ കാരണമാണ്. തടസ്സങ്ങൾ നമ്മൾക്ക് നീങ്ങിത്തരും, മനക്ലേശങ്ങൾ മാറ്റിത്തരും, വിചാരിക്കാത്ത സമ്പത്ത് നൽകും, അല്ലാഹുവിനേറെ പ്രിയങ്കരനായി തീരും. എന്ത് ചെയ്താൽ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് നിരന്തരമായി ചെയ്താൽ, ഖുർആനിൽ ഉള്ളിടത്തോളം കാലം നിരാശ വേണ്ട. ആ ഖുർആൻ എന്ന് നിലനിൽക്കുന്നുവോ അന്ന് വരെയും നമ്മൾക്ക് അല്ലാഹുവിൽ നിന്ന് രക്ഷയുണ്ടാകും, ആ റബ്ബിൽ നിന്ന് സഹായം ഉണ്ടാകും. തൗബയുടെ വാതിൽ അടയാത്ത കാലത്തോളം ഒരിക്കലും നിരാശപ്പെട്ടു പോകണ്ട. ഒരു കാലഘട്ടം വരും, അന്ന് തൗബയുടെ കവാടം അടയും. അതിനുശേഷം എന്ത് ദുആ ചെയ്താലും അല്ലാഹു സ്വീകരിക്കില്ല. തൗബയുടെ കവാടം അടയ്ക്കപ്പെടുന്നതിന് മുമ്പ് നാം ഓരോരുത്തരും നമ്മളുടെ ദുആയിൽ അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മയുണ്ടാകണം. കാരണം എപ്പോഴും തൗബ നോക്കി നടത്തുന്ന അതിന്റെ ഗവൺമെന്റ് എപ്പോഴും ശ്രദ്ധയോടുകൂടിയാണ് കഅബാലയത്തിന്റെ ചുറ്റുവട്ടത്ത് ഓരോ പണികളിലായി ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. കാരണം എന്താ? ഒരു നിബന്ധന മാത്രമുണ്ട്, ഒരു കരാറുണ്ട്. എന്ന് ഈ കഅബാലയത്തിന്റെ ചുറ്റുവട്ടത്തുള്ള പണി എന്ന് തീരുന്നുവോ, ഈ മക്കയുടെ പള്ളിയുടെ പണി എന്ന് തീരുന്നുവോ, ആ നിമിഷം തുർക്കിയുടെ വിഭാഗത്തിന് ഈ താക്കോൽ കൈമാറാൻ നിബന്ധനയാണ്. അതൊരു കാലഘട്ടം വരും, അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. ആ ഖിയാമത്ത് നാൾ അടയാളം വന്നാൽ തുർക്കി കൈവശം വെക്കും, കഅബാലയം അടയ്ക്കപ്പെടും. പിന്നെ നമ്മളുടെ തൗബയും നമ്മളുടെ
ദുആയും നമ്മുടെ നിസ്കാരവും ഒന്നും ഒരു പ്രയോജനത്തിലും എത്തപ്പെടുകയില്ല. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്നലി കുല്ലി ദാഇൻ ദവാ, ഒരു മനുഷ്യന്റെ എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു മരുന്നുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ മരുന്നുകൾ കണ്ടുപിടിക്കാൻ മനുഷ്യന്റെ ഓരോ ചിന്തകൾ കൊണ്ടും അവന്റെ വിവേകങ്ങൾ കൊണ്ടും അവന്റേതായ ബുദ്ധി കൊണ്ടുമാണ് ആ മരുന്ന് കണ്ടുപിടിക്കേണ്ടത്. എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു മരുന്ന് നൽകിയിട്ടുണ്ട്. എന്നാൽ മനുഷ്യന്റെ പാപങ്ങൾ, ആ കറകൾ, ആ കറുത്ത പുള്ളികൾ അത് തുടച്ചു മാറ്റാൻ കഴിവുള്ള തൗബ, ആ പശ്ചാത്താപത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പാപത്തിന്റെ മരുന്നായി തൗബ നൽകിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത്തായിബു മിൻ ദംബി കമല്ലാ ദംബ ലഹു, തൗബ ചെയ്തവൻ പാപം ഇല്ലാത്തവനെ പോലെ അവൻ പരിശുദ്ധനായി മാറുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തുകയാണ്. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, തൗബ സ്വീകരിക്കുന്നതിന്റെ അടയാളം എന്താ? തൗബ സ്വീകരിക്കുന്നതിന്റെ അടയാളം എന്താ? ചെയ്ത ദോഷം പിന്നെ ചെയ്യാതിരിക്കലാണ്. ഞാൻ നിങ്ങളും ഇന്ന് തൗബ ചെയ്യാൻ പോവുകയാണ്, പശ്ചാത്താപിച്ച് മടങ്ങാൻ പോവുകയാണ്. അല്ലാഹുവിന്റെ മുന്നിൽ എല്ലാം അപേക്ഷിച്ച് തേടാൻ പോവുകയാണ്. ആ തേട്ടത്തിന് ശേഷം നമ്മളുടെ ജീവിതത്തിൽ ഒരു തെറ്റും സംഭവിക്കാതെ സൂക്ഷ്മതയോടെ, ഇഖ്ലാസോടെ, ഈമാനോടെ ജീവിച്ചാൽ നമ്മളുടെ ഈ തൗബ കൊണ്ട് ഖിയാമത്ത് നാൾ വരെയും നമ്മൾക്ക് പ്രയോജനമുണ്ടാകും. അതുകൊണ്ട് അനുഗ്രഹമുണ്ടാകും. അല്ലാഹുവിന്റെ ഏറെ ഇഷ്ടദാസന്മാർ നമ്മൾക്ക് ഉൾപ്പെടാൻ സാധിക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 4 കാര്യങ്ങൾ ഉലമാക്കൾ പറയുകയാണ്. അയ്യുഖിലി അനിൽ മഅസിയ, തൗബ ചെയ്യുന്നതിന് മുമ്പ്, പശ്ചാത്താപിക്കുന്നതിന് മുമ്പ് നമ്മളുടെ മനസ്സിലും നമ്മളുടെ മനസ്സിന്റെ വെളിയിലുള്ളതും എന്തൊക്കെ തെറ്റുകൾ ചെയ്തവരാ, ആ തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ തയ്യാറാവുക. അയ്യത്തുമ അലാ ഫിഇലിഹ, ചെയ്ത തെറ്റിൽ ഖേദമുണ്ടാവുക, വിഷമമുണ്ടാവുക. അയ്യുഅസിമ അല്ലാ യഊദ ഇലൈഹ അബദ, അയ്യഅസിമു, അതുകൊണ്ട് ദൃഢനിശ്ചയം ചെയ്യുക, ഇനി ആ തെറ്റിലേക്ക് ഞാൻ മടങ്ങി പോവില്ല എന്ന് ദൃഢനിശ്ചയത്തോടെ തന്റെ നാവ് കൊണ്ടും മനസ്സുകൊണ്ടും ചെയ്യിക്കുക. അതേപോലെ മനുഷ്യന്മാരുമായി പല ഇടപാടുകളും ഉണ്ടാകും. അതുപോലെ ധനം കൊടുക്കാനുള്ളവരുണ്ടാകും, അല്ലെങ്കിൽ ആരെങ്കിലും ആരോപണം നടത്തിയിട്ടുണ്ടാകും. ഇതിലൊക്കെ വിട്ടുവീഴ്ച ചെയ്യുക, മാപ്പ് കൊടുക്കുക, പൊരുത്തപ്പെടിക്കുക. ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചതുകൊണ്ട് മാത്രമേ തൗബ ചെയ്താൽ ആ തൗബയ്ക്ക് സ്വീകാര്യത ഉണ്ടാവുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടെ കബൂലാക്കുമാറാകട്ടെ. സ്വീകരിക്കുന്ന അമലുകളിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. 3 സലാത്ത് ചൊല്ലുക. ഉറക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ രാവിലെ ചെല്ലാൻ പോകുന്ന ദിക്റിന്റെ 1ാമത് സൂറത്തുൽ ഇഖ്ലാസ് ആണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നിബിധങ്ങൾ ഇരിക്കുന്ന സദസ്സിൽ വന്നിട്ട് ഒരാളെ അന്വേഷിച്ചു. ആ സഹാബിയെ കാണാനില്ല. നിബിധങ്ങൾ ചോദിച്ചു, യാ ജിബ്രീൽ, ആരെ അന്വേഷിക്കുന്നത്? അല്ലാഹുവിനേറെ ഇഷ്ടമുള്ള ഒരു സഹാബി നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ആ കൂട്ടത്തിലെ സഹാബി എപ്പോഴും ഏത് സമയത്തും സൂറത്തുൽ ഇഖ്ലാസ് ഓതുമാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്, പറയാം, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ. ഖുർആൻ 30 ജുസ് ഈ സൂറത്തുൽ ഇഖ്ലാസ് 3 വട്ടം ഓതിയാൽ ഖുർആൻ 30 ജുസ് ഓതിയതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞുകൊണ്ട് ഇഖ്ലാസ് മാത്രം 3 വട്ടം ഓതി ഞാനൊരു ഖത്ത ഓതി എന്ന് പറയരുത്. അതിന്റെ പ്രതിഫല മഹത്തമ പറയുന്നു. അത്രമാത്രം മഹത്തമാണ് സൂറത്തുൽ ഇഖ്ലാസിനുള്ളത്.
അപ്പോൾ ആ സഹാബി വരനെ കണ്ടെത്തി, ആ സഹാബി വരനെ ചുംബിച്ചു, നബിതങ്ങൾ കെട്ടിപ്പിടിച്ചു. അള്ളാഹു ഇഷ്ടപ്പെട്ട സഹാബിയാണ്. അള്ളാഹു ഇഷ്ടപ്പെട്ട സഹാബിയെ മലക്ക മുഖേന അയച്ചിരിക്കുക ആ സഹാബിയോട് പറയാൻ. അപ്പോൾ ആ അത്രമാത്രം പവറുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. തന്നെയുമല്ല, ഒരു സഹാബി നിസ്കാരത്തിൽ എല്ലാ പ്രാവശ്യവും എല്ലാ റക്അത്തുകളിലും സൂറത്തുൽ ഇഖ്ലാസ് മാത്രവും സുന്നത്തിലാണ്, ഫർദിലല്ല. സുന്നത്തായ നിസ്കാരത്തിൽ എല്ലാ റക്അത്തുകളിലും സൂറത്തുൽ ഇഖ്ലാസ് മാത്രം ഇങ്ങനെ 10 തവണയും 1000 തവണയും ഒക്കെ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സഹാബാക്കൾ നബിതങ്ങളുടെ അടുക്കൽ ആവലാതി ബോധ്യപ്പെടും. ഒരു മനുഷ്യൻ മാത്രം, ഒരു സഹാബി മാത്രം നിസ്കാരത്തിൽ, സുന്നത്ത് നിസ്കാരത്തിൽ ഇഖ്ലാസ് ഓതുന്നു. അപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, ആ മനുഷ്യൻ ആരാണോ ഇഷ്ടം അത് ഓതിക്കൊള്ളട്ടെ. എന്നാൽ അദ്ദേഹം സ്വർഗത്തിന്റെ കവാടത്തിൽ എല്ലാ സ്വർഗവാസികളെയും കാത്തിരിക്കുന്ന സഹാബിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിച്ച സഹാബാക്കളിൽ പെടുത്തും. അല്ലാഹു നമ്മെയും ആ കൂട്ടത്തിൽ അല്ലാഹു